ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഞാൻ 3 ദിവസം മുമ്പേ ഈ പഠനങ്ങൾ ധ്യാനം തുടങ്ങിയ അവസരത്തിൽ സങ്കീർത്തന പുസ്തകം പഴയ നിയമ ഭക്തന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇതിലുടനീളം ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളുടെ മധ്യേ ഒരു പറ്റം ആളുകൾ അവർക്ക് അവരുടെ ദൈവത്തിലുള്ള വിശ്വാസ നിമിത്തം ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പാടിയ, സത്യത്തിൽ കരഞ്ഞ പ്രാർത്ഥനകളാണിത്. ഞാൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയാതെ കരഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്നത്? ആദ്യത്തെ ദിവസം ഇവിടെ വന്നവർ പലർക്കും അറിയാം, അതിൽ ഉപയോഗിച്ചിരിക്കുന്നതായ സംഘർഷം നിറഞ്ഞ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ പദങ്ങളും പദപ്രയോഗങ്ങളും അവർക്ക് അവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ആരുന്ന അവസരങ്ങളിൽ അവരൊരു പൊളൈറ്റ് ലാംഗ്വേജ് അല്ല ഉപയോഗിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ പ്രസാദം, കടാക്ഷം പിടിച്ചു പറ്റാനായി ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന മനുഷ്യർ എന്തെല്ലാം ഭാഷ ഉപയോഗിച്ച് ദൈവത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുമോ അതാണ് അവർ ശ്രദ്ധിക്കുന്നത്, അതിനാണ് അവർ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒരു വിലപേശലൊക്കെ കാണാം. പ്രാർത്ഥനയ്ക്കുന്ന അവസരത്തിൽ ഒരു വിലപേശൽ നമ്മൾ പറയത്തില്ലേ? അതന്നെ പറയുന്നേ, ബാർഗെയിൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനം. അതൊരു ചെറിയ സങ്കീർത്തനം. പക്ഷെ ആ സങ്കീർത്തനം വായിക്കുമ്പോഴെല്ലാം ഞാൻ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ മനസ്സിന്റെ സകല ചലനങ്ങളും അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ, കർത്താവേ, യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ധനിപ്പിക്കരുതേ. നമ്മള് കൊച്ചുങ്ങളെയും കൊണ്ട് പോവാ, മോളിലൊക്കെ പോവാന്ന് വെച്ചു. കുറെ നടന്നപ്പോ പറയാ, ഇനി എനിക്ക് നടക്കാൻ പോയി, അവിടെ ഇരിക്കുക, നിലത്തൊക്കെ ചറിഞ്ഞ് ഇനി ഒരു അടി സാധനം നീങ്ങുകയില്ല. കൊച്ചെ സങ്കീർത്തനക്കാർ അതുപോലെ ഒരു ഭാഷയാണ് പറയുന്നത്. ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു. ഈ ഭാഷയുടെ അർത്ഥം ദൈവവുമായിട്ടുള്ള ആത്മാർത്ഥ ബന്ധം അവിടെ മുഴച്ചു നിൽക്കുന്നത്. ഇനി എനിക്ക് വയ്യ. യഹോവയെ, 4-ാമത്തെ വാക്യം, യഹോവയെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കാനായി. മരണത്തെ മുന്നിൽ കണ്ട് ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് അടുത്ത കാര്യം പറഞ്ഞെന്നറിയാമോ? മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, ഞാൻ പറയാം. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവമായിട്ട് ഒരു വിലപേശുക. കർത്താവേ, ഞാൻ മരിക്കാൻ പോവുക, ആ വിധത്തിലായിരിക്കുക. പക്ഷേ തിരിഞ്ഞ് എൻ്റെ പ്രാണൻ എന്ത് ചെയ്യണം? വിടുവിക്കണം. ഇത് അടുത്ത് പറയുന്ന കാര്യം, ഇതിനെ ഞാൻ അതിന്റെ അർത്ഥം തിരിച്ച് പറയുക. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആ നിനക്ക് സ്തോത്രം ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നീ എന്നെ പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ മരിച്ചെന്നിരിക്കട്ടെ, ആർക്കാ നഷ്ടം? ആർക്കാ? ദൈവത്തിന്.
സ്തോത്രം ചെയ്യാൻ ഒരാൾ കുറഞ്ഞു പോകും. ഞാൻ ചത്തുപോയാൽ ബാർഗെയിൻ ചെയ്യുക, അവിടെ ഒരു വിലപേശില്ല. അതുകൊണ്ട് എന്നെ വിട്ടേരെ, ഞാൻ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. സങ്കീർത്തനക്കാരൻ അവന്റെ വിശ്വാസം, അത് അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ആഴമാണ് നാം അവിടെ കാണുന്നത്. പറയുകയാണ്, അത് അവസാനം പറയാ, അവന്റെ വിശ്വാസം, എന്നെ വിട്ടുപോകുവേൻ ദുഷ്പ്രവൃത്തിക്കാരെ, നീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ. യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് പ്രേമിക്കും, അവർ പിന്തിരിഞ്ഞ്. ഇതാ പ്രാർത്ഥന. പുസ്തകത്തിൽ സൗണ്ടിലിരിക്കുന്ന ആര് ശ്രദ്ധിക്കുന്നത്? ഒത്തിരി ഈക്കോ വേണ്ട ഈ മൈക്ക്, സോ മച്ച് ഓഫ് ഈക്കോ. 72-ാമത്തെ സങ്കീർത്തനം എങ്ങനെ അവസാനിപ്പിക്കുന്നേ? ഇശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഈ ഭക്തന്മാരുടെ പ്രാർത്ഥനാ ജീവിതം തുളുമ്പി നിൽക്കുന്നതായ ഈ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ചില പാഠങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ പലപ്പോഴും ഈ വിഷയം ചിന്തിക്കുന്ന അവസരത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പുസ്തകത്തിനുള്ള വകയുണ്ട് ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. തൽക്കാലം അത് എഴുതാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ദൈവം ആരോഗ്യവും ആയുസ്സൊക്കെ തരികയാണെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥന മാത്രം വേർതിരിച്ച് ഒന്ന് പഠിക്കണമെന്നോ എഴുതണമെന്നോ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാ ഈ ദൈവഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുന്നതിന്റെ ആദ്യത്തെ കാര്യം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? വേദപുസ്തകത്തിൽ, ഈ സങ്കീർത്തന പുസ്തകത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയും, ദൈവഭക്തർ എവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു? ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് ഒരു വിധവയായിരിക്കാം, അത് ഒരു പക്ഷെ അന്നയെ പോലെ കുഞ്ഞുങ്ങളില്ലാത്ത, സന്താനഭാഗ്യം ലഭിക്കാത്ത ഒരു സ്ത്രീ ആയിരിക്കാം. അങ്ങനെ അനേകം പേരെ കാണാം. പക്ഷേ അവരുടെ എല്ലാം പ്രാർത്ഥനകളെ, ഈവൻ ശലോമോൻ രാജാവ് പോലും, വളരെ ജ്ഞാനിയായ ശലോമോൻ രാജാവ് പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം സംഗ്രഹിച്ചിരിക്കുന്ന, ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് ഈ സങ്കീർത്തന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ വിഷയം, എന്താണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം? ദൈവത്തെ കണ്ടെത്താവുന്ന നാളിൽ എല്ലാവരും അവനെ എന്ത് ചെയ്യട്ടെ? അന്വേഷിക്കട്ടെ. The day he may be found. സങ്കീർത്തനക്കാരെ അന്യോന്യം ഉത്സാഹിപ്പിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. അവർ എന്ത് ചെയ്യട്ടെ? ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഏറ്റവും ആദ്യത്തെ അടിസ്ഥാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിവൈൻ നേച്ചറാണ്. വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ, വേദപുസ്തകത്തിൽ ബിബ്ലിക്കൽ ഗോഡ്, വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച്, ദൈവത്തിന്റെ പ്രകൃതിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ഒരു വെളിപ്പാടിന്റെ ഒരു റെവലേഷന്റെ ബേസിസിലാണ്. ഞാൻ പല പ്രാവശ്യം അതോടെ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എൻ്റെ ചിന്തകളിലൂടെ വരികയുണ്ടായി. ദൈവത്തിന്റെ പേരെന്താ? ദൈവത്തിന്റെ പേര് ഒരു ക്രിയായി. പുറപ്പാട് പുസ്തകം 3:14, പുറപ്പാട് പുസ്തകം 3:14 വാക്യം വായിച്ചേ. God said to Moses, I am who I am. ഞാനാകുന്നവൻ. ഇനി പറയണം, അടുത്ത വാക്യം വായിച്ചേ. നോക്കണം, അവിടെ ശ്രദ്ധിക്കണം. എന്താ യഹോവയുടെ പേര്? ഞാനാകുന്നു എന്ന് പേരുള്ളവൻ. എന്നാലും ഞാനാകുന്നു എന്നുള്ള പേരുള്ളവൻ. ദൈവത്തിന്റെ നാമം ഒരു ക്രിയയാണ്. അതൊരു വിരോധാഭാസമാണ് സത്യം പറഞ്ഞു. നാമം എപ്പോഴും എന്തായിരിക്കണം? പേരെന്തായിരിക്കണം? നാമമായിരിക്കണം. പക്ഷേ നമ്മുടെ ദൈവത്തിന്റെ പേര്, വേദപുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന ദൈവത്തിന്റെ പേരൊരു നാമമല്ല, അതൊരു വൈരുദ്ധ്യമാണ്. സത്യം പറഞ്ഞ വൈരുദ്ധ്യം. പക്ഷേ ദൈവത്തിന്റെ പേര് ഒരു ക്രിയയാണ്. എന്താ കാരണം? ബിക്കോസ് നമ്മുടെ ദൈവം ഒരു പേരിൽ ഇരിക്കുന്ന ദൈവമല്ല.
ദൈവത്തിന്റെ നാമം ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. Praise God. ദൈവത്തെ നാം ആവർത്തിച്ച് ഉച്ചരിക്കുകയല്ല നാമം. Our God is a God who acts and a God who speaks. നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവന്റെ പേര് ഒരു ക്രിയയായത്. നമ്മുടെ ദൈവം സംസാരിക്കുന്നു, അതുകൊണ്ടാണ് അവന്റെ പേര് എന്തായത്? ഒരു ക്രിയയായത്. Praise God. അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവം. ഗോഡ് ആക്ട്സ് ടു ഡെലിവർ. ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ വിടുവിക്കാനായി അവൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവന്റെ പേര് ഒരു ക്രിയയായി. God acts in order to vindicate. Vindicate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം അനുഭവിക്കുന്ന, അനീതി അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ നീതി നടത്തിയപ്പെടുന്നതിന് മലയാള വേദപുസ്തകത്തിൽ പ്രതികാരം നടത്തുക എന്നാ പറയുന്നത്, പ്രതിക്രിയ നടത്തുക എന്നാ പറയുന്നത്. പ്രതിക്രിയ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അർത്ഥം. അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും അനീതി അനുഭവിക്കുന്നുവെങ്കിൽ ആ അനീതിയിൽ നിന്ന് അവന് മോചനം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Praise God. അവൻ രക്ഷിക്കുന്നു, അവൻ വിടുവിക്കുന്നു, അവൻ പ്രതിക്രിയ നടത്തുന്നു, അവൻ സംസാരിക്കുന്നു. എന്തിനു വേണ്ടി? അവനെ നടത്തുവാനായി. To guide. God speaks to guide. God speaks to comfort. Praise God. 23-ാം സങ്കീർത്തനത്തിൽ വരുന്ന അവസരത്തിൽ ഈ ദൈവം ഒന്നും സംസാരിച്ചില്ലെങ്കിലും, ഈ ദൈവം ഒന്നും ചെയ്തില്ലെങ്കിലും, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി. Praise God. ദൈവം അനുവദിക്കുന്നെങ്കിൽ ആ അത്തരം സങ്കീർത്തനങ്ങളിലേക്ക് ഒരു രാത്രി ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുക. The quiet confidence in God. എനിക്ക് അറിഞ്ഞൂടെ മലയാളത്തിൽ എങ്ങനെ തർജ്ജമയിടുന്ന. പ്രശാന്തമായ മനസ്സിൽ നിന്ന് വരുന്നതായ ഒരു ആത്മവിശ്വാസമുണ്ട് ദൈവത്തിൽ. സങ്കീർത്തനം 73 കുറിച്ച് അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം ഇതൊന്ന് കോൺട്രാസ്റ്റ് ചെയ്യണം. 135-ാം സങ്കീർത്തനത്തിൽ വരുന്ന അവസരത്തിൽ സങ്കീർത്തനക്കാരൻ ഇത് നേരെ വിപരീതം എന്തെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. 135-ാം സങ്കീർത്തനത്തിന്റെ 16-17 വാക്യങ്ങൾ അന്യ ദൈവങ്ങളെ കുറിച്ച് പറയുകയാണ്. അവയ്ക്ക് എന്തുണ്ട്? വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. പിന്നെ കണ്ണുണ്ട് പക്ഷെ എന്തില്ല? ചെവിയുണ്ട് പക്ഷെ എന്തില്ല? വായുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശ്വാസവുമില്ല. രണ്ടാമത്തെ കൽപ്പന ഇതാണ്: ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ഭൂമിയിലുള്ള ഒന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്. പിന്നെ എങ്ങനെയാ ദൈവത്തെ കാണുന്നേ? ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് അറിയുന്നേ? ദൈവം ഇവരുടെ അന്യ ദേവന്മാരല്ല. എന്തുകൊണ്ട്? വായുണ്ട് പക്ഷെ ശ്വാസമില്ല, ചെവിയുണ്ട് പക്ഷെ എന്തില്ല? കേൾക്കുന്നില്ല, കണ്ണുണ്ട് പക്ഷെ എന്തില്ല? കാണുന്നില്ല. പിന്നെന്തൊക്കെ ഉള്ളത് കാണാത്തത്? ചെവി, കണ്ണ്, വാ കൊണ്ട് സംസാരിക്കുന്നുമില്ല. പക്ഷെ എന്റെ ദൈവത്തിന്റെ വാ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ചെവി കണ്ടിട്ടുണ്ടായിരിക്കും. ചില മതങ്ങളിലൊക്കെ വലിയ ചെവിയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നു. ചില മതങ്ങളൊക്കെ നാവ് പുറത്തു നീട്ടിയിട്ടിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ നാവ് ഞാൻ കണ്ടിട്ടില്ല, അവന്റെ ചെവി ഞാൻ കണ്ടിട്ടില്ല, അവന്റെ കണ്ണ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം ദൈവം കാണുന്നുവെന്ന്. ദൈവത്തിന് കണ്ണുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കണ്ണ് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിന് വായുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ എന്റെ കണ്ണുകൊണ്ട് ദർശിച്ചിട്ടില്ല. ദൈവത്തിന്റെ ചെവിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആ ചെവിയുടെ ആംഗിളോ അല്ലെങ്കിൽ അതിന്റെ ലോബ്സിന്റെ വലുപ്പമോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നതല്ല. കാരണം ആ കണ്ണ് എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ കണ്ണുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ആ വായിൽ നിന്ന് ഞാൻ ആശ്വാസത്തിന്റെ വചനങ്ങൾ, ചിലപ്പോൾ ശാസനകൾ കേട്ടതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിന്റെ വായുണ്ടെന്ന്. Praise God. Yes. എന്റെ ദൈവം പിന്നെ ചെവിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവന്റെ കാതുകൾ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. ഇതൊരു റിവേഴ്സ് എവിഡൻസ് ആണ്. എന്താ റിവേഴ്സ് എവിഡൻസ്? സൂര്യനുണ്ടെന്ന് എങ്ങനെയാ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരുത്തൻ അറിയുന്നേ?
സൂര്യനുണ്ടെന്ന് ഒരാൾ എങ്ങനെ അറിയുന്നേ? പുറത്തിറങ്ങാതെ. സൂര്യനുണ്ടെന്ന് എങ്ങനെയാണ് ഒരു അന്ധൻ മനസ്സിലാക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കുന്നേ? സൂര്യനെ കണ്ടുകൊണ്ടോ? അല്ല, അനുഭവത്തിലൂടെ. പ്രൈസ് ഗോഡ്. അതാണ് പഴയ പുതിയ നിയമത്തിലെയും ഭക്തന്മാരുടെ അനുഭവം. അതാണ്, അവർ ദൈവത്തിന്റെ കണ്ണ് കണ്ടിട്ടില്ലെങ്കിലും അവർ അറിയുന്നു ദൈവം എന്നെ കാണുന്നു. പ്രൈസ് ഗോഡ്. അവർ ദൈവത്തിന്റെ ചെവി കണ്ടിട്ടില്ലെങ്കിലും അവരറിയുന്നു എന്റെ പ്രാർത്ഥനയ്ക്ക് അവന്റെ കാതുകൾ തുറന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാ ദൈവത്തിന്റെ പേര് ഒരു നാമമല്ല, ദൈവത്തിന്റെ പേര് ഒരു ക്രിയ. ഇത് വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. സങ്കീർത്തനക്കാരനും യോശയും ഒക്കെ ഇത് പറയുന്ന കാലത്ത് ഒരു മതങ്ങളിലും ദൈവത്തിന്റെ പേരിൽ ക്രിയ ആയിരുന്നില്ല. ദൈവം പറയാണ്, നിങ്ങൾ എന്നെ അനുഭവിച്ചറിയണം. അതുകൊണ്ടാ ദൈവത്തെ കണ്ടവ മരിച്ചു എന്നാ പറയുന്നേ. വേറൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ വേറൊരു കാര്യം എന്താണെന്നറിയാമോ? അവന്റെ മഹിമ, അവന്റെ ദയ. മലയാള വേദപുസ്തകത്തിൽ ഈ പദം പലതരത്തിലാ വ്യാഖ്യാനിച്ചിട്ട്. ചിലർക്ക് കരുണ എന്ന് കാണാം, ചിലർക്ക് ദയ എന്ന് കാണാം. 136 സങ്കീർത്തനത്തിൽ വരുന്ന അവസരത്തിൽ അവിടെ ആവർത്തിച്ച് പറയുകയാണ്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ ഈ ദയ. അതിനെ ഒരു തക്കതായ അർത്ഥം അല്ലെങ്കിൽ പ്രയോഗം ഒരു ഭാഷയിലും കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എബ്രായ ഭാഷയിൽ, എനിക്ക് എബ്രായ ഭാഷയൊന്നും വിളിച്ചു പറയുന്നത് ഇഷ്ടമല്ല, പക്ഷെ എബ്രായ ഭാഷയിൽ ഇത് പറയുന്നതിന് ദൈവത്തിന്റെ ഹെസദ് എന്ന ദൈവത്തിന്റെ ഹെസദ്. ഇത് ഇന്നുവരെയും ഒരു വ്യാഖ്യാനം, ഒരു അർത്ഥം ഇതിനെ മതിയായ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൃപ എന്ന് വേണമെങ്കിൽ പറയാം. ഖുറാനിൽ അൽ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയുള്ളവൻ, കരുണയുള്ളവൻ. ആ പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കർത്താവിന്റെ റഹമത്തെ കുറിച്ച്. പക്ഷെ ഹസദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്റ്റെഡ് ഫാസ്റ്റ് ലവ് എന്നൊരു വാക്ക് ഇംഗ്ലീഷ് തർജ്ജമക്കാര് കണ്ടുപിടിച്ചിട്ടുണ്ട്. മേഴ്സി എൻഡ്യൂറൻസ് അവിടെ എഴുതിയിരിക്കുന്നേ. ചില ഭാഗങ്ങളിൽ കാണാം സ്റ്റെഡ് ഫാസ്റ്റ് ലവ്. ഇംഗ്ലീഷിൽ വേദപുസ്തകത്തിൽ മാത്രം ഉപയോഗിക്കുന്ന കാര്യമാണ് സ്റ്റെഡ് ഫാസ്റ്റ് ലവ് എന്നുള്ളത്. കാരണം ഈ പദം ഭക്തിയാണ്. എന്താണെന്നറിയാമോ? അത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നേ, എന്തൊക്കെ ചെയ്താലും വിട്ട് മാറാത്ത ഒരു സ്നേഹം. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഹ്യൂമൻ എക്സാമ്പിൾ ഹോശിയ പ്രവാചകൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അവളൊരു വ്യഭിചാരിണിയായി മാറി. റൈറ്റ്. എന്നിട്ട് ദൈവം പറയുകയാണ്, തർക്കമുണ്ട്. ഒന്നുകിൽ വ്യഭിചാരിണിയാണോ കല്യാണം കഴിച്ചത്, വേശ്യയാണോ കല്യാണം കഴിച്ചത് വേശ്യയാണോ എന്നൊക്കെ പണ്ഡിതന്മാർ തമ്മിൽ തർക്കമുണ്ട്. പക്ഷേ ഇവള് ഹോശിയ പ്രവാചകനെ വിട്ടിട്ട് പോയി. ദൈവം പറയുകയാണ്, നീ അവളെ പിന്നെയും പോയി കൊണ്ടുവരണം. അവള് വേശ്യയാണ്, അവൾ അവിശ്വസ്തയാണ്, അവളൊരു ചീത്ത ഭാര്യയാണ്. എന്നിരുന്നാലും നീ അവളെ കൂട്ടിക്കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ കാര്യം? നീ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഇസ്രായേലിനോടുള്ള എൻ്റെ ദയയുടെ ഏറ്റവും വലിയൊരു പ്രദർശനം അത്. ഇതുപോലെ ഇതാ പറഞ്ഞ അവിടെ പദം ഉപയോഗിക്കുന്നേ, ദൈവത്തിന്റെ ഹെസദ്, ദൈവത്തിന്റെ സ്റ്റെഡ് ഫാസ്റ്റ് ലവ്. അനുസരിക്കാത്തവനും അനുസരിക്കുന്നവനും വഴിതെറ്റി പോകുന്നവന്റെയും പുറകെ ഞാനും എൻ്റെ ജനവും തമ്മിൽ ഒരു ഉടമ്പടി ഉള്ളത് കൊണ്ട് ആ ഉടമ്പടിയെ മാനിക്കുവാനായി ആ ഉടമ്പടിയുടെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ഹെസദ് എന്നേക്കുമുള്ളത്. കർത്താവിന്റെ സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ഹെസദ് എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ അവന് ദയ എന്നേക്കുമുള്ള. എന്തായി ദൈവദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം വന്ന് ചാടിയ ഒരു വല്ലാത്തൊരു കൊടുക്കാതെ എന്താ ദൈവം ചെന്ന് ചാടിയ ഒരു കൊടുക്ക. അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. അബ്രഹാം എന്ത് ചെയ്തിട്ട് ഉടമ്പടി ചെയ്തേ? അബ്രഹാം എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല അല്ലേ? ആ ഉടമ്പടി ദൈവം പിന്നെ ഇവരോടെല്ലാം ആവർത്തിക്കുക. നോഹയോട് ഉടമ്പടി ചെയ്തു. എന്ത് നോഹ ചെയ്തു? ഒന്നുമില്ല. ദൈവം ഒരു ഉടമ്പടി ചെയ്തു. പക്ഷേ ആ ഉടമ്പടി ദൈവജനവുമായി ചെയ്തത് ഉടമ്പടി ദൈവജനവുമായി ചെയ്തു ഉടമ്പടി ദൈവജനം തെറ്റിച്ചപ്പോൾ പിന്നെയും അവരെ തേടി ചെല്ലുന്ന ഒരു സ്നേഹമുണ്ട്. അതിന്റെ പേരാണ് ഉടമ്പടിയുടെ സ്നേഹം. ഹോശിയ ഗോമറിനെ വിവാഹം കഴിച്ചു.
ഗോമർ വഴിതെറ്റിപ്പോയി. പക്ഷെ താൻ ഒരു ഉടമ്പടി ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്റെ ഉടമ്പടിയുടെ ഭാര്യ തെറ്റ് ചെയ്തിട്ടും അവളെ യഥാസ്ഥാനത്താക്കുവാൻ ഹോശേയ എങ്ങനെ പോയോ അതുപോലെ അവന്റെ ദയ നമ്മെ തേടി വരുന്നു. പ്രൈസ് ഗോഡ്. വേദപുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ദാവീദ് പാപം ചെയ്യാഞ്ഞിട്ടാണോ? പാപം ചെയ്തു. പ്രൈസ് ഗോഡ്. പക്ഷെ ദൈവത്തിന്റെ ദയ അവനെ തേടി ചെല്ലുക. വരുന്ന ഒരു ദിവസം ഞാൻ അതിനെ കുറിച്ച് പറയാം. ദൈവത്തിന്റെ ദയ അൺകണ്ടീഷണൽ ഒന്നും അല്ല. എത്ര കുരുത്തക്കേട് കാണിച്ചാലും വരുന്ന ദൈവമൊന്നും അല്ല. പിന്നീട് ഞാൻ പറയാം. ദൈവം അവനൊന്നും ആദ്യം ചിന്തിക്കല്ലേ, അതെല്ലാം ഞാൻ പറയാൻ കൊടുന്നേ. പക്ഷെ ദൈവത്തിന്റെ ദയ അവിടെ നിൽപ്പുണ്ട്, അത് കുറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം വന്നേ പറ്റൂ എന്നുള്ള കാര്യം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അത് വേറെ കാര്യം. അത് ഇന്നത്തെ എന്റെ വിഷയമില്ലാതെ ഞാൻ വിടുക. അതാണ് ദൈവം. ദൈവം പറയുകയാണ്, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന് 7-8 വാക്യങ്ങൾ വായിച്ച്. 3-ാം അധ്യായത്തിന് 7-8 വാക്യങ്ങൾ. അവിടെ തെറ്റിപ്പോയി. എക്സോഡസ് 3:7. കണ്ടു. കേട്ടു. മതി, തെറ്റിയിട്ടല്ല. അടുത്ത വാക്യം യോവേൽ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യം. അതെ അത് തന്നെ. എന്നിലേക്ക് തിരിയുന്ന യഹോവയുടെ അരുളപ്പാട്. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. God is gracious and merciful. മലയാളത്തിന്റെ ബാക്കി ഭാഗം അല്പം ക്ലാരിറ്റി ഇല്ലാതെ പറയാം. Slow to anger, abounding in steadfast love, and relents over disaster. Slow to anger എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കോപം വരാൻ എന്ത് ചെയ്യും? കുറച്ച് സമയം എടുക്കും. എന്നെ പോലെ സ്ലോ ടു ആങ്കർ തന്നെ പറഞ്ഞേ. നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? മൂക്കിന്റെ അറ്റത്താണ് പറയുന്നത്. സത്യത്തിൽ എബ്രായ ഭാഷയിൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീണ്ട മൂക്കുള്ളവൻ. പേഷ്യൻസ്, ക്ഷമയുടെ ഒരു അർത്ഥം എബ്രായ ഭാഷയിലെ നീണ്ട മൂക്കുള്ളവനാണ്. അതിന്റെ അർത്ഥം ഇതാണ്, നീണ്ട മൂക്കാണെങ്കിൽ മൂക്ക് ചോപ്പാൻ സമയം എടുക്കും. ദേഷ്യം വരുമ്പോൾ മൂക്കിന്റെ തുമ്പത്തേക്ക് രക്തം ഒഴുകും. അപ്പൊ നീണ്ട മൂക്കുള്ളവൻ പേഷ്യൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ക്ഷമ എന്നുള്ളതിന് നീണ്ട മൂക്കെന്ന് പറയുന്നത്. ലിറ്ററൽ അർത്ഥം അങ്ങനെ. സ്ലോ ടു ആങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഒന്ന് ചൂടാക്കാൻ അല്പസമയം എടുക്കുന്നുണ്ട് അല്ലേ? ചില പിള്ളേരല്ലേ നമുക്ക് ഇച്ചിരി കോപമാണെന്ന് കാണുമ്പോൾ നമ്മളൊന്ന് ഇളക്കാൻ ഒരു രസം പിള്ളേർക്ക്. ഞാൻ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ഒരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ മലയാളം പഠിച്ചത്. ആ ടീച്ചർ ക്ലാസ്സിൽ വരുന്ന അവസരത്തിൽ പിള്ളേരെ ആ ടീച്ചറിനെ കൂജ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ശരീരപ്രകൃതി ഒരു പൂജ പോലെ ഇരിക്കും. പൂജ പലരും കണ്ടു കാണത്തില്ല. അപ്പോ അദ്ദേഹം വരുന്ന അവസരത്തിൽ അവിടെ ബോർഡ് എഴുതിയിടും പൂജ പൂജ പൂജ. ഇത് കാണുമ്പോൾ അയാൾക്ക് ഹാലടക്കും. ആരാണെന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്തല്ല വായി വിളിച്ചോണ്ട് അയാൾ ചിലപ്പോൾ ക്ലാസ് ഇറങ്ങിപ്പോകും. അതാണ് നമുക്ക് വേണ്ടത്. ഈ മനുഷ്യന്റെ മുൻകോപം മുതലെടുത്ത് എത്ര ഹിന്ദി ക്ലാസ് ഞങ്ങളൊക്കെ ചാടിപ്പോയിട്ട് കാപ്പുടിയപ്പെടും. മുൻകോപ. പക്ഷെ ദൈവത്തിന്റെ അടുത്ത് നടക്കില്ല. He is slow to anger, but abounding in steadfast love. അവന്റെ ദയ അവൻ വളരെ വളരെ സമൃദ്ധനാണ്. ഇതാണ് നമ്മുടെ ദൈവം. 103-ാം സങ്കീർത്തനം ഇത് തന്നെയാ പറയുന്നേ. 30-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ഇത് തന്നെയാ പറയുന്നേ. അവൻ ആരാണ്?
കരുണയുള്ളവനാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ നാം കാണുന്ന, നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഈ ദൈവം നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമാണ്. എന്റെ മുന്നിൽ സമയം പോകുന്നതുകൊണ്ട് ഞാൻ വിടുക. അവിടെ വേദപുസ്തകത്തിൽ ഏറ്റവും ചെറിയ വാക്യം ഏതാ? കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞേ. ഷോർട്ടസ്റ്റ് ബൈബിൾ വേഴ്സ് in the Bible. Lord is my shepherd. Jesus wept. അതെവിടാ? John 11:35. John 11:35. Jesus wept. യേശു എന്തിനാ കരഞ്ഞത്? അയ്യോ ലാസർ എത്തുപോയല്ലോ എന്ന് വിചാരിച്ചാണ് കരഞ്ഞേ. ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ പിന്നെ വിടുവിക്കായിരുന്നു, അതാണോ കരഞ്ഞേ? അല്ല. പല ഡോക്ടർമാരൊക്കെ കരയുന്ന പോലെ. ഞാൻ എൻ്റെ പല്ല് പറിക്കാൻ പോയ അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഡോക്ടറെ സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം പല്ല് പറിക്കാൻ, ഈ പല്ല് പറിക്കരുത്, കാരണം വല്ലതും പറിച്ചുകൊണ്ട് പോയാൽ പിന്നെ അതിനൂടെ കാശ് കൊടുക്കണം. ഞാൻ അത് പല്ലും പറിച്ച് വെച്ച് നല്ല പല്ല് പറിച്ചിട്ട് ചീത്ത പല്ലോട് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ കരഞ്ഞു പോകും. നമ്മൾ കരയത് വേറെ കാര്യം. കരഞ്ഞു. ലെഫ്റ്റ് കിഡ്നിക്ക് പോലെ റൈറ്റ് കിഡ്നി സർജറി നടത്തിയിട്ട്, ആരോഗ്യമുള്ള സർജറി നടത്തിയതിന്റെ കേസുകൾ എത്ര ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ട്. കർത്താവ് കരഞ്ഞ അങ്ങനെ ഒരു കൈപ്പഴ പറ്റിയതുകൊണ്ടല്ല, കാരണം കർത്താവ് ദയയുള്ള ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ കണ്ണുനീർ ഞാൻ എന്ത് ചെയ്തു? കണ്ടു. കണ്ടു എന്നാണോ? കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്ന പറയുന്നേ. I have descended, come down to deliver them. Praise God. ഞാൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? നാം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നതിന്റെ പ്രധാന വിഷയം ഒരൊറ്റ വിഷയമാണ്. എന്റെ ദൈവം ദയയും കരുണയും മനസ്സലിവും ഉള്ളവൻ. ദൈവത്തിന് എന്റെ വേദനയെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതായ വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്നത് മാത്രമല്ല, ദൈവത്തിന് കർത്താവിന്റെ മാതൃക പോലെ നാം കണ്ടതുപോലെ, അതിന് വ്യക്തമായതുപോലെ, ദൈവത്തിന് എന്റെ വേദന, മറിയയും മാർത്തയും യഹൂദന്മാരും കരയുന്നത് കണ്ടപ്പോൾ, എന്നാ അവിടെ വായിക്കുന്നേ 33-ാമത്തെ വാക്യത്തിൽ, മറിയയും മാർത്തയും കൂടെയുള്ള യഹൂദന്മാരും കരയുന്നത് കണ്ടപ്പോൾ അവൻ ഉള്ളിൽ കലങ്ങി, അവന്റെ മനസ്സും തള്ളി, എന്നിട്ട് നൊന്തു. എന്നിട്ട് പറയുകയാണ് 11-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിൽ പറയാ, ജീസസ്, യേശു കണ്ണുനീർ വാർത്തു. അത് നഷ്ടപ്പെട്ടു പോയ അവസരത്തെ കുറിച്ചല്ല, തന്റെ കഴിവിന്റെ പരിമിതികൾ കണ്ടുകൊണ്ടല്ല കരഞ്ഞത്. താൻ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് 4 ദിവസം മുമ്പേ കർത്താവിന് അറിയാമായിരുന്നു. മരിക്കുമെന്നും അറിയാമായിരുന്നു. ഈ മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കുമെന്ന് അറിയാമായിരുന്നു. അത് ചീഞ്ഞതാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അത്രയും ഉറപ്പുണ്ടായ ദൈവം കരഞ്ഞെങ്കിൽ ആ ദൈവത്തെ ഞാൻ പിൻപറ്റുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം, we have a God who feels with us. നമ്മുടെ വേദനകളെ ഹൃദയത്തിൽ അറിയുന്ന ഒരു ദൈവം. Praise God. ഒരു പിതാവിന്റെ ഹൃദയവാദ. എനിക്ക് കുഞ്ഞുങ്ങളെ അടിക്കുന്ന ഇഷ്ടമല്ല. ഇനിയിപ്പോട്ട് അടിക്കാൻ പറ്റാത്ത പ്രായമാവുകയും ചെയ്തു. ചെറു പ്രായത്തിൽ അടിച്ചു പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പൊ അതിന് വേണ്ടി തിരിച്ചടിക്കുന്ന പ്രായം 29 വയസ്സ് 25 വയസ്സുണ്ട്. സൂക്ഷിക്കണം ഇനി പിള്ളേരെയൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ സ്ഥിരമൊന്നുമില്ല. 1-2 പ്രാവശ്യം എൻ്റെ ഓർമ്മയുണ്ട്. പക്ഷെ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിള്ളേരെക്കാൾ നേരെ കറഞ്ഞിട്ടുള്ള ഞാനാണ്. സത്യം പറയാം. അതുകൊണ്ട് അടിക്കാത്ത മനസ്സിലായല്ലോ. കാരണം അതുങ്ങൾ കാര്യമെന്ന് കാണും. എനിക്ക് നമ്മൾ ഞാൻ ഉണ്ണിയിച്ചൊന്നും കാര്യത്തില്ല അവരുടെ, പക്ഷെ ഞാൻ എവിടെയെങ്കിലും മാറിയിരുന്ന കാര്യം. സഭയിലെ ആരെങ്കിലും അല്പമൊക്കെ ഇച്ചിരി കടന്ന് ചീത്ത വിളിക്കേണ്ടി വല്ല അവസരം വരും. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിരുന്ന കാര്യമാവും. കാരണം ഞാൻ അത്ര ബലഹീനനാണ്. പക്ഷെ എന്റെ കർത്താവ്, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഞാൻ കാര്യങ്ങളെല്ലാം ഓർക്കാറുണ്ട്. കർത്താവ്, ഞാൻ രോഗിയായിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം, നീയും അവിടെ ഇരുന്ന് കരയുന്നുണ്ടല്ലോ. കർത്താവെ, ഞാൻ പ്രയാസത്തിലൂടെ പോകുമ്പോൾ എനിക്കറിയാം നിന്റെ ദയ
എന്നേക്കുമുള്ളതാണല്ലോ. ഇസ്രായേൽ മക്കളുടെ കണ്ണുനീർ കണ്ടോ നീ? കർത്താവേ, നീ അവിടെ ഇരുന്ന് വിഷമിക്കുന്നോണ്ട് എനിക്കറിയാം. ദൈവത്തിന്റെ പാത്തോസ്, ദൈവത്തിന്റെ ഫീലിങ്സ്, ദൈവത്തിന്റെ ആ കൃപ എന്ന് പറയുന്നത് ദൈവം നമ്മോടൊത്ത് നമ്മുടെ വേദനകളെ അനുഭവിക്കുന്ന ദൈവമാണെന്നാണ് കാര്യം. ഒടുവിലത് ആ ക്രിസ്തുവിൽ, ആ ക്രൂശിൽ നമ്മുടെ സകല വേദനകളെയും ഒരൊറ്റ വ്യക്തി, ദൈവത്തിന്റെ പുത്രൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സ്വതന്ത്രരാക്കി വിട്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ആരെടുത്തു ആ ദുഃഖം? ആരെടുത്തു ആ സങ്കടം? ഏകജാതനായ പുത്രൻ ക്രൂശിലേക്ക്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന വിഷയം ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ ക്യാരക്ടർ. നമ്മുടെ ദൈവം എങ്ങനെയുള്ളവെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ഗോഡ്. വേറെ രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥന ഒരു മാജിക് അല്ല പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഒരു മൊറാലിറ്റിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരായ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ശരിയുണ്ട്. മാജിക് അല്ല. എന്താ മാജിക് എന്ന് പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ഇന്നും പല മതങ്ങളും വിശ്വസിച്ചിരുന്നു ആർക്കെങ്കിലും രോഗം വന്നാൽ അതിന്റെ കാരണം എന്തെങ്കിലും ദൈവകോപമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുർഭൂതമായിരിക്കാം, ദുർശക്തിയായിരിക്കാം. ഇതിൽ നിന്ന് വിടുതൽ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ശക്തിക്ക് വിരുദ്ധമായ വേറൊരു ശക്തിയെ ആവാഹിച്ച് അങ്ങോട്ട് വിട്ടാൽ എന്തുണ്ടാവും? പരിഹാരം ഉണ്ടാവും, അല്ലേ? പരിഹാരം ഉണ്ടാവും. ഇതിന്റെ പേരാ മാജിക്, ഇതിന്റെ പേരാ വിച്ച് ക്രാഫ്റ്റ്, ഇതിന്റെ പേരാണ് ആഭിചാരം. ഈ പ്രോസസ് നടക്കുന്ന എന്താണെന്നറിയാമോ? ഒരു ശക്തിയെ മറ്റു ശക്തിക്കെതിരെ ആവാഹിച്ചു വിടുക. ഈ ശക്തികൾ രണ്ടുപേരും ഒരു വിധത്തിൽ എന്ത് ചെയ്യുന്നില്ല, എന്താണ് ഈ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമം എന്ന് പറയുന്നില്ല. അതാ വ്യത്യാസം. ആഭിചാരവും പ്രാർത്ഥനയും, ദൈവത്തിന്റെ പ്രാർത്ഥന വ്യത്യാസം അതാ. ഈ വ്യക്തി, ഈ ദൈവം എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ക്രമീകരണം വരുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെടാതെ മറ്റ് ദൈവത്തിനെതിരെ പോകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ മാറുന്നില്ല, ദൈവമാണ് മാറുന്നത്. മാനിപ്പുലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തെ എന്ത് ചെയ്യാ? മാനിപ്പുലേറ്റ് ചെയ്യാ മാജിക്കിൽ. നോ വിൽ. പ്രേയർ ഒരു മെക്കാനിക്കലാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയക്കാരെ കറപ്ഷന്റെ അങ്ങേ 2 കോടിയായ 2000 കോടി വരെ മുഖ്യ മന്ത്രിമാരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. 2000 കോടി നമ്മുടെ ടാക്സ് മണി കൊണ്ട് പോവാ മുങ്ങിയവന്. പക്ഷെ എന്നിട്ട് അവൻ അമ്പലത്തിൽ പോയി നാട് കിടന്നവനുണ്ട്, നമ്മുടെ കാശുകൊണ്ട്. അവനും ഭക്തന. കർത്താവേ, നാട് വിടുന്ന വിരാരം കോടതിയുടെ കൈപ്പെടാതെ കൊണ്ടാം നാട് കിടക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് നേർച്ചയിട്ടിട്ട് പോവാ. ആരുടെ കാശും കൊണ്ട്? നമ്മുടെ കാശും കൊണ്ട്. ടാക്സ് കൊടുക്കുന്ന ആളാ ഞാൻ. ടാക്സിന്റെ കാശും കൊണ്ട് പോവാ. നേർച്ചയിട്ടത് എന്തിനാ? ഈ കള്ളപ്പണം ഇവിടെയും പിടിക്കാതെ സ്വിസ് ബാങ്കിൽ എത്തിക്കാൻ ദൈവമേ എന്നോട് കരുണയുണ്ടാകണം എന്ന് പറഞ്ഞോണ്ടാ പോകുന്നത്. അതാണ് വിച്ച് ക്രാഫ്റ്റ്. വേറെ വശം. പക്ഷേ നമ്മുടെ ദൈവത്തെ ആദ്യം കിട്ടിയില്ല കളി. പുതിയ നിയമത്തിലൊന്നും പോണ്ട. പഴയ നിയമത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുക. 24-ാം സങ്കീർത്തനത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 24-ാം സങ്കീർത്തനത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യഭാഗങ്ങൾ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? പണ്ടൊരു വിശുദ്ധ പാസ്റ്റർ വന്നിട്ട് ഈ വാക്യം വായിച്ച് വേറൊന്നും പറയാനില്ല. ഏതൊരു സഭയിലുള്ള സംഭവം. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും എന്ന് പറയുമ്പോൾ എന്തൊക്കെ കുറെ സാക്ഷികൾ പറയും. പിന്നെ ഇത് തന്നെ പറയും, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും. അന്നേരം അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും കയറുന്ന മിടുക്കന്മാർ കയറുന്ന ഓളൂന്ന് പറഞ്ഞാൽ നീ പോയെന്ന് പറയും. വാക്യമായി പദം ഓർമ്മയില്ല. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയുടെ പർവ്വതത്തിൽ ആർ ആരാധനയ്ക്കായി കയറി വരുമെന്ന് അർത്ഥം. യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. ഇനി എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി എന്താ? ശരിയായ യാഗവും കൊണ്ടുവരണം, ഇത്രയും മെഴുതിരി കൊണ്ടുവരണം,
ഇത്രയും തേങ്ങ ഉടയ്ക്കണം, ഇതല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ പറയേണ്ടത്? ഇത്രയും രൂപ ദശാംശം കൊണ്ടുവരണം, അതല്ലേ പറയേണ്ടത്? അല്ല, അവിടെ പറയുകയാണ്, അവിടെ വരുന്നത്രേ ഉള്ളൂ, നേരായി ജീവിച്ചവര് മാത്രം വന്നാൽ. വെടിപ്പുള്ള കൈയും, കൈ കഴിഞ്ഞിട്ടല്ല, നിർമ്മല ഹൃദയവും ഉണ്ടെങ്കിൽ കയറി വന്നോളൂ. പിന്നെ വ്യാജത്തിന് മനസ്സ് വെക്കാതെയും വിഗ്രഹങ്ങളെ ആരാധിക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവനുണ്ടോ? കയറി വാ. അങ്ങനെ വരുന്നവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയായ ദൈവത്തോട് നീതിയും പ്രാപിക്കും. നമ്മുടെ ദൈവം കൊണ്ടുവരുന്ന ആദ്യത്തെ ഡിമാൻഡ് എന്താണ്? മോറൽ ഡിമാൻഡ്. പ്രാർത്ഥന കേൾക്കാൻ ദൈവം കൊണ്ടുവരുന്ന ഒരു ഡിമാൻഡ് വെച്ചിട്ടേ ഉള്ളൂ. ആ ഡിമാൻഡ് ഇതാണ്: ജീവിതം നേരെയാണോ എങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു. ജീവിതം ക്രമപ്പെടുത്തിയിട്ട് വേണം വരാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ യാഗങ്ങളെ മാറ്റി. ഈ ബഹളം എങ്ങനെ? എന്താ വേണ്ട? ഇതൊന്നും എനിക്ക് പ്രസാദമില്ല, ഈ യാഗങ്ങളൊന്നും. പക്ഷെ എനിക്ക് വേണ്ട അനുസരണമുള്ള ഹൃദയമാണ്. പ്രൈസ് ഗോഡ്. പ്രവാചകൻ വിളിച്ചു പറയുക, യെരമ്യാ പ്രവാചകൻ യെരുശലേം ദേവാലയത്തിന്റെ ആ കോർട്ടിൽ നിന്നുകൊണ്ട് പ്രാകാരങ്ങളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. യെശയ്യാവ്, ആമോസ്, ഇവരെല്ലാം വിളിച്ചു പറയുക, ഇതൊന്നുമല്ല വേണ്ടത്. നിങ്ങൾ വെടിപ്പുള്ള ഹൃദയം, വെടിപ്പുള്ള കയ്യെ, നിർമ്മല ഹൃദയം കൊണ്ടുവാ. സങ്കീർത്തനക്കാർ മനസ്സിലാക്കുന്ന, അവർ പ്രാർത്ഥനയിൽ ദൈവത്തോട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാന്ന് പറയത്തില്ലേ? ദൈവത്തിനോട് പ്രാർത്ഥന ചെയ്യുക, ബലപേശുക, ദൈവത്തോട് ശക്തമായ ഭാഷ ഉപയോഗിക്കുക. യഹോവയെ എത്രത്തോളം, യഹോവയെ എന്ത്, നീ എന്നെ മറന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അവർക്കറിയാം വെടിപ്പുള്ള ഹൃദയവും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. പ്രൈസ് ഗോഡ്. 15-ാം അധ്യായത്തിന്റെ 15-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെ വാക്യങ്ങൾ വായിച്ചേ. അവിടെയും കാണാം നമ്മുടെ ദൈവത്തിന് ആവശ്യം നാം എന്ത് ദൈവത്തിന് കൊടുത്തു എന്നുള്ളതല്ല. യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം ആദ്യം നമ്മോട് പറയുന്നത് എന്താ അറിയാമോ? ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തണം. മാജിക് അല്ല ഈ പ്രാർത്ഥന. ഒരു ദൈവശക്തിയെ വേറെ ദൈവശക്തിയുടെ ഇടയ്ക്ക് ഇടക്കി വിടുന്നതല്ല ഈ പ്രാർത്ഥന. ദൈവത്തിന് മയക്കുന്നതല്ല പ്രാർത്ഥന. ദൈവത്തിന് കൊടുത്തുകൊണ്ടോ ദൈവത്തിന് വേണ്ടി പലതും ചെയ്തുകൊണ്ടല്ല. ജീവിതത്തിലൊരു ക്രമീകരണം വരണം, ദൈവഹിത പ്രകാരം വരണം. അതുകൊണ്ടാണ് 85-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറയുകയാണ് 11-ാമത്തെ വാക്യത്തിൽ. അവിടെ എന്താ പറയുന്നത്? അവിടെ ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. ആ വാഗ്ദാനം നോക്കിക്കുക. 85-ന്റെ 11-ാമത്തെ വാക്യം. For the Lord is a sun and shield. He bestows favor and honor. No good thing will they withdraw from those who walk uprightly. ആ വാക്യം ഏതാ? നേരായി നടക്കുന്നവർക്ക് അവനൊരു നന്മ എന്ത് ചെയ്യുകയില്ല, കൊടുക്കുകയും. നേരെ 34-11 വായിച്ചു. 84. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. ഇതെല്ലാം വാഗ്ദാനമാണ്. ഇതെല്ലാം എന്താ? വാഗ്ദാനമാണ്. യഹോവ ദൈവം സൂര്യനാണ്, പരിചയമാണ്, കൃപയും മഹത്വവും നൽകുന്നവനാണ്. പക്ഷേ നേരോടെ നടക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യില്ല, ഒരു നന്മയും കൊടുക്കുകയില്ല. 73-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിച്ചു. ദൈവം ഇസ്രായേലിനെ എന്ന് വെച്ചാൽ ആരാണ് ഇസ്രായേൽ? ആരാണ് ദൈവമക്കൾ? ആരാണ് ദൈവഭക്തന്മാർ? നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ ഇടയിലുള്ള ഒരുപാട് മാജിക്, പെന്തക്കോസ്തിനെ പോലെ മാജിക് കളിക്കുന്നവര് വേറെ ലോകത്ത് എവിടെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം 21 ദിവസം പട്ടിണി കിടന്ന പ്രശ്നം മാറുമെന്നാണ്. പക്ഷെ മാറാത്തതിന്റെ കാരണം നിർമ്മല ഹൃദയം, വെടിപ്പുള്ള കൈയും 21 ദിവസം അത് പ്രാപിച്ചാൽ വിടുന്നു. 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ട്.
നേരുള്ള നിർമ്മല ഹൃദയവും വെളുപ്പുള്ള കൈയും പ്രാപിച്ചു കഴിഞ്ഞാൽ 22-ാം ദിവസം വിടുതലുണ്ട്. സത്യത്തിൽ പറഞ്ഞ 19-ാം ദിവസം കിട്ടുക. ശാസ്ത്രം വെയിറ്റ് ചെയ്യണ്ട. പ്രൈസ് ഗോഡ്. എന്താ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തെന്ന് അറിയാമോ? നമ്മുടെ ചിന്ത ഒരു മെക്കാനിക്കൽ ഗോഡിനെ കുറിച്ചാണ്, ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നേ. ഞാൻ കുറെ പട്ടിണി കിടന്നാൽ ദൈവം കളയി വരുമെന്ന വിചാരം ഇല്ല, വെറുതെയാ. ഞാൻ കുറെ കൊടുത്ത ദൈവം എന്നെ കൂടെ നിൽക്കാന്ന് വിചാരിക്കുന്നത് ഇല്ല. ദൈവത്തെ അങ്ങനെയൊന്നും വിലക്ക് കിട്ടുകയില്ല. കാരണം അവൻ പ്രവർത്തിക്കും, പക്ഷെ അവൻ ദയാനിമിത്തമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വലിയ കഴിവുകൊണ്ടല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ ജാതിയെ പോലെ നാറിയൊരു ജാതി ഉണ്ടായിട്ടുണ്ടോ? അവിടുന്ന് വിടുവിക്കപ്പെട്ടിട്ട് ഗുരുകുറുപ്പല്ലായിരുന്നു. അവിടുന്ന് വിടുവിക്കപ്പെട്ടിട്ട് ദൈവം ആഹാരം കൊടുത്തിട്ടും അത് തള്ളി നിൽക്കുക എന്ന അനുഭവം അല്ലായിരുന്നോ? ഈ ജാതിയെ ദൈവം വിടുവിച്ചത് അത് അവരുടെ മെറുക്കൊണ്ടല്ല. അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനും ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കാം. പക്ഷെ ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുന്നു, അവർ നേരുള്ളവരായി, വെടിപ്പുള്ള ഹൃദയമുള്ളവരായി, നിർമ്മല ഹൃദയമുള്ളവരായി ജീവിക്കണമെന്ന്. അവർക്ക് ആ വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നേ. വാഗ്ദാനങ്ങളുടെ കിടപ്പുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കിത് മാത്രമാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം ഇതാ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു കൺഫെഷനാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പ്രായശ്ചിത്ത പ്രാർത്ഥനകളെ കുറിച്ച് ദൈവം അനുവദിക്കുന്ന ഒരു ദിവസം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ 2 മുഖവരുകളാണ്. പൗലോസിന്റെ ലേഖനം നാം പഠിച്ചു കഴിഞ്ഞാൽ കാണുന്നേ. ഒന്ന്, സ്തോത്രം, ദൈവത്തെ സ്തോത്രം ചെയ്യും. രണ്ടാമത്തത്, നാം പഴയ നിയമത്തിൽ നിന്നാണ് ആ പാഠം പഠിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. പിന്നെ മിക്കവാറും സാഹചര്യങ്ങളിൽ രണ്ടാമത് പ്രാർത്ഥനയുടെ വിഷയം ആവശ്യം വരുന്നില്ല. കാരണം അതെല്ലാം ദൈവം അറിയുന്നു. പ്രൈസ് ഗോഡ്. ഞങ്ങൾ പ്രസംഗിക്കുന്നവർക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്. അതായത് കുറച്ചു കാലമൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു തോന്നലുണ്ടാവും, എവിടെ എന്തും പ്രസംഗിക്കാം. പണ്ടൊരു പ്രായമുള്ള ദേവദാസൻ ഞാനിരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിന് 5 മിനിറ്റ് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കാൻ സമയം കൊടുത്തു. 5 മിനിറ്റും കഴിഞ്ഞ് 10 മിനിറ്റും കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിർത്താൻ പോവാ. കാരണം മഹാകവി KV സൈമൺ സാർ പറഞ്ഞിട്ടുണ്ട്, സഭാകമ്പവും വിവരവും സഭാകമ്പവും ഇല്ലെങ്കിൽ എത്ര നേരമാണ് ഈ പ്രസംഗിക്കാമെന്ന് KV സൈമൺ സാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോകുന്നു. എന്താ കാര്യം? സഭാകമ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലായത് സ്റ്റേജിൽ കയറിയപ്പോൾ കാല് വരയ്ക്കുന്ന അതുമില്ല, വിവരവും ഇല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാമെന്ന് മഹാകവി KV സൈമൺ സാർ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രായമുള്ള ആളോട് 5 മിനിറ്റ് കൊടുത്തു, 10 കയറാൻ പോയ സമയം. എന്നിട്ടും അദ്ദേഹം 10 മിനിറ്റ്. എന്നിട്ടും അപ്പൊ എന്താ സംഭവം? ഈ ബോധം ഉണ്ടായിട്ടും പിന്നെ 10 മിനിറ്റ് സംസാരിച്ചിരുന്നു. അപ്പൊ സഭാകമ്പവും ഇല്ല, വിവരവും ഇല്ല. ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. പ്രസംഗിക്കുന്നവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ്. ഈ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആത്മവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ദൈവവചനം സംസാരിക്കുകയാണെങ്കിൽ എന്റെ അനുഭവത്തിൽ ഞാൻ പറയുക, അത് ആർക്കും പറയാൻ പറ്റില്ല. പരിചയം കൊണ്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. പരിചയം കൊണ്ട് ഉരുത്തിരിയുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് വെച്ച് ഇത്തരം ഒരു പ്രസംഗപീഠത്തിൽ ഇപ്പുറം നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു ജനത്തിന്റെ ജീവിതത്തെ തൊടാൻ പോകുന്നില്ല. എന്താ പറയുന്നത്? അതുകൊണ്ട് ആദ്യം വേണ്ടത്, കർത്താവേ ഞാനൊരു മഹാനാണ് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് ഇവിടെ കിടന്ന് തകർത്താൽ മാത്രം ഇവിടെ എഴുന്നേൽക്കാൻ പറ്റും. അത് തകരണം, അത് ക്രൂശിക്കപ്പെടണം. ആ ക്രൂശിതമായ ആ രൂപത്തിൽ നിന്ന് മാത്രമേ എത്തിയപ്പെടുകയുള്ളൂ. ദൈവാലോചന വരികളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ പലപ്പോഴും സെൽഫ് കോൺഫിഡൻസ് എന്നെ വേട്ടയാടാറുണ്ട്. അപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ ഞാൻ എന്നെ തന്നെ ക്രൂശിക്കും. കർത്താവേ ഞാൻ എന്റെ എല്ലാ അഭിമാനത്തെ, എന്റെ എല്ലാ ഡിഗ്രിയും, എന്റെ എല്ലാ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ താഴെ വെക്കുക.
പിന്നെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം സാധാരണ വരാറില്ല. അത് ബാക്കി കാര്യം ദൈവമല്ല. വെടിപ്പുള്ള ഹൃദയവും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും നേരായ വഴി, ഈ രണ്ടും ഉണ്ടെങ്കിൽ, മൂന്നും ഉണ്ടെങ്കിൽ ദൈവം ബാക്കി കാര്യങ്ങളെ ഏറ്റുള്ളൂ. Confession is the foundation for our prayers. മൂന്നാമത്തെ കാര്യം ശലോമോന്റെ പ്രാർത്ഥനയാണ്. വേദപുസ്തകത്തിലെ എല്ലാ പ്രാർത്ഥനയുടെ ഒരു മോഡലാണ് ശലോമോന്റെ പ്രാർത്ഥന. ശലോമോൻ 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ തന്റെ ദേവാലയം പ്രതിഷ്ഠിച്ചതിന് ശേഷം ശലോമോൻ ഒരു പ്രാർത്ഥന നടത്തി. ദൈവമേ, നീ സ്വർഗാദി സ്വർഗങ്ങളിലും ഒന്നും ഇരുന്നില്ല, അടങ്ങുന്നില്ലല്ലോ, ഒതുങ്ങുന്നില്ലല്ലോ ഈ ചെറിയ ആലയത്തിൽ. എങ്ങനെ? ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഇത് നിന്റെ പ്രാർത്ഥനാലയം. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ കേട്ട് ഉത്തരം അരുളണമേ. എന്നിട്ട് ഒരുപാട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. സങ്കീർത്തനക്കാർ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ആ 30 ചില വാക്യം 30 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ വൈരിയുടെ നിന്ന് വിടുവിക്കാൻ, പ്രകൃതിയുടെ ക്ഷോഭങ്ങളിൽ നിന്ന് വിടുവിക്കാൻ, അന്യായത്തിൽ നിന്ന് വിടുവിക്കാൻ, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കാൻ, ബാധകളിൽ നിന്ന് വിടുവിക്കാൻ, ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഒരു കാര്യം അവിടെ പറയുന്നത് പ്രത്യേകിച്ച്, അത് മാത്രമേ ഞാൻ രാത്രി മുന്നിൽ ശ്രദ്ധിക്കാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 1 രാജാക്കന്മാർ 8:41 വായിച്ചേ. 1 രാജാക്കന്മാർ 8:41 മുതൽ 42. അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യെയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ പറയുന്ന കാര്യം ഇതാണ്. ഒരു അന്യജാതിക്കാരൻ, അവൻ ഇതുവരെയും ദൈവത്തെ ആരാധിക്കുന്ന ഒരാളല്ല. അവൻ എങ്ങനെയോ കേട്ടു, യെരുശലേമിലെ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുന്നുണ്ടെന്ന് കേട്ടു. ശലോമോൻ അവസാനമായിട്ട് പറയുകയാണ്, കർത്താവേ, അങ്ങനെ ആരെങ്കിലും നിന്റെ നാമത്തെ കുറിച്ച് കേട്ടിട്ട് ആ നയമാനെ പോലെ ഒക്കെ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അവൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്തൊരു ജാതിയല്ല. നീ ചെയ്ത അത്ഭുതപ്രവൃത്തിയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം, അവൻ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ ജനം മാത്രമല്ല, അവനും വിദേശിയായ അവനും പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവനോട് അവന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? 43 വാക്യം വായിച്ചേ. 43 വാക്യം. ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും പല കാര്യങ്ങളാണ് പറയുന്നത്. അന്യജാതിക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നീ മറുപടി കൊടുക്കണം. കാരണം ലോകമെല്ലാം നിന്റെ നാമം അറിയണം, അവൻ നിന്നെ ഭയപ്പെടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അന്യജാതിക്കാരൻ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥന കേൾക്കണം. ഞാനിത് പറയാൻ കാരണം, ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ദൈവത്തെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് നമുക്ക് പറയാനും കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവം എന്നറിയാമോ? അവിശ്വാസിയായ, അഭക്തനായ ഒരു മനുഷ്യനെ കാണുന്ന അവസരത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുക. ആരെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്ത് ദൈവത്തെ അറിയാത്തവനുണ്ടെങ്കിൽ അവന്റെ അടുത്ത് ചെന്നിട്ട് സുവിശേഷം പറയുന്നതിന് മുമ്പേ അവന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ പൂനെയിലെ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്തിനൊക്കെ പ്രാർത്ഥിക്കും? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അത് വിശ്വസിക്കാൻ വയ്യ. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ജേർണലിസ്റ്റ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യമായി ജീവിതത്തിൽ കേൾക്കുന്നേ എനിക്ക് വേണ്ടി വേറെ വല്ലവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ അറിഞ്ഞവൻ അവനറിയാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പലപ്പോഴും പല അവസരങ്ങളും മിസ് ചെയ്യുക. രോഗിയായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെന്നിഹീന്റെ അടുത്തോടൊന്നും കൊണ്ടുപോകണ്ട. സഹോദര, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജസ്റ്റ് കാഫറ്റീരിയ വെച്ചോ, ക്യാൻറ്റീനിയെ വെച്ചോ, ബസ് സ്റ്റോപ്പിൽ വെച്ചോ, കാർ പാർക്കിൽ വെച്ചോ ഒന്ന് കൈവച്ച് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചു വിട്ടാൽ മതി. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദാനമാണ്.
അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? മറുപടി കൊടുക്കും. ഞാൻ കോളേജ് പഠിക്കുന്ന അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ റൂമിൽ കയറി വന്ന് ശബ്ദം ഉണ്ടാക്കി ബഹളം വെക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. അവർ ഇച്ചിരി കള്ളം കൂടിക്കുന്നു എന്റെ കൂട്ടുകാരൻ. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോണ അവസരത്തിൽ അവർ രണ്ടും ചോദിച്ചു, നിങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ നീയൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കും ചെയ്തു, ഇന്നും പ്രാർത്ഥിക്കും. ഇന്നും പ്രാർത്ഥിക്കും. ഞാൻ കോളേജ് പഠിച്ച കാലം നിങ്ങൾക്ക് അറിയാമല്ലോ, തലയുടെ മുടി നോക്കിയാൽ എത്രത്തോളം വർഷം. അപ്പോ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളെ കണ്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ പനി പിടിച്ച് കിടന്നു. 2-3 ആഴ്ച വീട്ടിലായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോഴുണ്ടടാ ഇവന്മാരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. വീട് തപ്പിപ്പിടിച്ച് വന്നിരിക്കുക. ഞാനത് പലയിടത്തും ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് വളരെ എൻ്റെ ജീവിതത്തെ വളരെ സ്പർശിച്ചു. കാരണം ഹിന്ദുക്കളും ഒരു കത്തോലിക്കലുമാണ്. ഞാൻ അസുഖം മാറി ഹോസ്റ്റലിൽ തിരിച്ചു തന്നെ ചോദിച്ചു, നീയൊക്കെ എന്തിനാ ഞാനുള്ളപ്പോൾ എന്നെ എല്ലാം കളിയാക്കി എൻ്റെ വേറെ വരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ. ഇനി എന്തിനെല്ലാം കൂടെ അവിടെ വന്നു ചോദിച്ചു. അവൻ പറയാ, ഒരുത്തൻ പറയാ, എടാ നീ പോയപ്പോൾ അപ്പോഴേ തുടങ്ങി എനിക്കൊരു അസ്വസ്ഥത. ഞാൻ ചോദിച്ചു, എന്താ അസ്വസ്ഥത? ഞാൻ തലയ്ക്ക് തോന്നാൻ ഒരാളെ കിട്ടിയില്ലെന്നോ? പറഞ്ഞ അല്ലല്ല, നീ അന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാ വലിയ സാക്ഷ്യം. പ്രൈസ് ഗോഡ്. അന്യജാതിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിലൂടെ അവൻ എന്ത് ചെയ്യട്ടെ? നമ്മുടെ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കട്ടെ. പ്രൈസ് ഗോഡ്. അതെന്തായാലും കൈവച്ച് പ്രാർത്ഥിക്കുക. അതിന് സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നു പ്രൊമോസ് ചെയ്യുക. കാരണം അവൻ നിന്റെ നാമം അറിയുവാനും ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ നാമം അറിയാനും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രാർത്ഥനയുടെ ചില അവസരം, എസെൻഷ്യൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ആദ്യം സങ്കീർത്തനക്കാരൻ പറയുക 37-ാമത്തെ സങ്കീർത്തനത്തിൽ ആദ്യം പ്രാർത്ഥനയിൽ നാം പഠിക്കുന്ന ഒരു കാര്യം ദൈവത്തിലുള്ള ആശ്രയം. പ്രൈസ് ഗോഡ്. 37-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. വളരെ ചെറിയ സെന്റൻസസ് അവിടെ. നിന്റെ വഴി എന്ത് ചെയ്യുക? യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ശ്രദ്ധിക്കണം, അവനിൽ തന്നെ ആശ്രയിക്കുക. വേറെ ആരും ആശ്രയിക്കാൻ പോലും. പിന്നെ അവൻ നിർവഹിക്കും. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാള് ദൈവത്തിന്റെ സിംഹാസന റൂമിൽ, ത്രോൺ റൂമിൽ ചെന്നു. അവിടെ ചെന്ന അവസരത്തിൽ അവിടെ മുഴുവൻ കുറെ പൊട്ടിച്ചിതറിയ കളിപ്പാട്ടങ്ങളാണ്. ചക്രമില്ലാത്ത കാറ്, കൈയില്ലാത്ത ഒരു പാവ, ഇങ്ങനെ കൂടെ ചെതറി കിടക്കുക. അപ്പൊ അവൻ ചോദിച്ചു, എന്താ ദൈവം ഇത് ഈ കാണുന്നില്ല, വല്ല ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അന്നേരം ദൈവം പറഞ്ഞു, ഇത് എന്റെ മക്കൾ കൊണ്ടുവന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചതാണ്. ഇതിനു വേണ്ടി ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. പിന്നെ എന്താ ഇവിടെ കിടക്കുന്നേ? ഇവരോട് ഫിക്സ് ചെയ്ത് ഏൽപ്പിച്ചു, പക്ഷെ ആരും തിരിച്ചു വന്നില്ല. ഞാൻ എത്ര സമയം എടുത്തു നന്നാക്കി എടുക്കാൻ, കുറച്ച് സമയം വേണം നോക്കി. അതിന് അവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? വിട്ടിട്ട് പോയി. അവർ വേറെ പരിഹാരം കണ്ടു. കാറ് കേടായ കാറ് കൊണ്ടുവന്ന ദൈവമകൻ എന്ത് ചെയ്തു? പോയി വേറെ കാറ് വാങ്ങിച്ചു. കയ്യില്ലാത്ത പാവയും കൊണ്ട് അപ്പന്റെ അടുക്കിലേക്ക് വന്നവർ എന്ത് ചെയ്തു? കുറച്ചു കാലം കാത്തിരുന്ന് ഒട്ടിച്ചു തരുമെന്ന് വിചാരിച്ചു. ഒട്ടിച്ചു കൊടുത്തില്ല. ഉള്ളി പോയി വേറെ പാവയെ മേടിച്ചു. ദൈവസന്നിധിയിൽ കർത്താവ് പറയും, ദൈവത്തിന് വചനത്തിൽ പറയുകയാണ്, കമ്മിറ്റ് യുവർ വേസ് ടു ദി ലോർഡ്. നിന്റെ വഴി യഹോവയെ എന്ത് ചെയ്യുക? പരമേൽപ്പിക്കുക. എന്നിട്ട് ചെയ്യണം, നോക്കണം, ഗ്രാമറൊക്കെ പ്രധാനമാണ്. അവനിൽ തന്നെ ആശ്രയിക്കുക. അതിന്റെ ഇടയ്ക്ക് പോയിട്ട് വേറെ ഒന്ന് വാങ്ങാൻ പോവല്ലേ? വേറെ ഒന്നും വാങ്ങാൻ പോവല്ലേ? അത് അവിടെ കിടക്കുന്ന നേരത്തെ അവിടെ കിടക്കട്ടെ. അവൻ നിർവഹിക്കും. അതാ വിശ്വാസം. അതിന്റെ പേരാണ് ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴാണ് ആശ്രയം വേണ്ടത്? ആശ്രയം പുറത്തുന്നത് നമ്മൾ രണ്ട് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു 11 kV ലൈൻസ് രണ്ടും കൂടെ പിടിക്കുക. അടുത്തടുത്ത് പിടിക്കുന്ന ആവശ്യത്തിൽ ഭയങ്കര സ്പാർക്ക് ഉണ്ടാവില്ലേ? ഒരു ടെൻഷൻ അവിടെ, ഒരു ഇലക്ട്രിക് ടെൻഷനാണ്. അതുപോലെ ദൈവത്തിന്റെ വാഗ്ദാനം കയ്യിലുണ്ട്. ദൈവം അത് നിവർത്തിക്കുക എന്നുള്ള കാര്യം മറ്റേ കയ്യിലുണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ബന്ധിക്കുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദാനമാണ്,
ഞാൻ മഹാദയും കരുണയുമുള്ളവൻ തന്നെ, അവൻ അത് നിർവഹിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിക്കുന്ന അവസരത്തിൽ നമുക്കൊരു ടെൻഷനാണ്. ഈ ടെൻഷൻ ഇല്ലാതാക്കുന്ന സാധനത്തിന്റെ പേരാണ് ദൈവാശ്രയം. അവൻ അത് നിർവഹിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരാണ് വാഗ്ദാനവും അതിന്റെ പൂർത്തീകരണവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കുന്നത്. ആശ്രയം എന്നതിന്റെ പേര്. Praise God. അതിന്റെ പേര് ആശ്രയം എന്ന. മാത്രവുമല്ല ഒരു കാര്യം കൂടി അവിടെയുണ്ട്. എന്താണെന്നറിയാമോ? അത് ഞാൻ പെട്ടെന്ന് പോട്ടെ. ക്ഷമ, പേഷ്യൻസ്, വെയിറ്റ് ഫോർ ദ ലോർഡ്. 25-ാം സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ആ കൊച്ചു സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട് കാത്തിരിക്കുക. ഒന്ന് വായിച്ചേ, കാത്തിരിക്കുക. 25-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിച്ചു പെട്ടെന്ന്. നിന്നെ കാത്തിരിക്കുന്ന ഒരുവൻ എന്ത് ചെയ്യില്ല? ലജ്ജിച്ചു പോകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവൻ ലജ്ജിച്ചു പോകും. നിന്നെ കാത്തിരിക്കുന്ന ഒരുവൻ എന്ത് ചെയ്യില്ല? ലജ്ജിച്ചു പോകില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യപ്പെടുന്നില്ല? നിരാശപ്പെടുകയില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ നിരാശപ്പെടുത്തുക, നമ്മുടെ പ്രശ്നങ്ങളും കൊണ്ട് അവിടെ പോയി 2 മാസം കൊണ്ട് പരിഹരിക്കപ്പെടണമെന്നാണ് നമ്മുടെ വാശി. ദൈവം 2 മാസം 30 സെക്കൻഡ് എടുത്താൽ നമ്മളെ അവിടെ കിട്ടുകയില്ല. നമ്മൾ ഓടും. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിട്ട് ദൈവത്തെ കാത്തിരിക്കുവാൻ കഴിയാതെ ഓടിപ്പോകുന്ന അനുഭവങ്ങളാണ് നമുക്ക് പലപ്പോഴും. 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 5-ാമത്തെ വാക്യം അതേ സങ്കീർത്തനത്തിന്റെ. ദിവസം മുഴുവനും ഞാൻ എങ്ങനെ എന്ത് ചെയ്യുന്നു? I will wait all the day long. All the day long. ദിവസം മുഴുവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നത് വരെ, അടുത്ത പ്രഭാതം വരെ ഞാൻ നിനക്കായി കാത്തിരിക്കും. Praise God. Praise God. 21-ാമത്തെ വാക്യം. 21 അതിന്റെ അതേ സങ്കീർത്തനം 21-ാം വാക്യം. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുവാനാകട്ടെ. I wait upon thee. ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? പ്രത്യാശ വെച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അങ്ങനെ വായിക്കുന്നേ, for I wait on thee. ഓരോ വാക്യം നോക്കിക്കോ. I wait on thee. ഞാൻ നിനക്കായി എന്ത് ചെയ്യുന്നു? Praise God. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ അവസരം വരുന്ന അവസരത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിന്നിൽ കാത്തിരിക്കുന്നു. പ്രതീക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പിനെ കുറിച്ച് അത് പറയുന്നത്. A hopeful waiting. പ്രത്യാശയില്ലാത്ത. അതുകൊണ്ട് മലയാള വേദപുസ്തകത്തിൽ പ്രത്യാശ എന്ന് പറയുന്നത് ആ വെയിറ്റിങ്ങിനുള്ള ശരിയായ അർത്ഥം അതാ. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കാത്തിരിക്കും, പക്ഷെ ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കും. അവർക്കൊരു ഇത് അനുഭവിച്ച അനേക സങ്കീർത്തനക്കാരുണ്ട്. അവരിൽ ഒരാള് പറയുക 27-ാം സങ്കീർത്തനത്തിൽ തന്റെ കൂട്ടുകാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്. 27-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ ആ സങ്കീർത്തനക്കാരൻ ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞ് അവൻ പറയുകയാണ്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഓക്കെ, വെയിറ്റ് ഓൺ ദ ലോർഡ്. എല്ലാവർക്കും മിക്കവാർക്കും ഇംഗ്ലീഷ് അറിയാം. വെയിറ്റ് ഓൺ ദ ലോർഡ്. മലയാളം യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ധൈര്യപ്പെട്ടിരിക്കാം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, വെയിറ്റ് ഐ സേ ഓൺ ദ ലോർഡ്. ആമേൻ. ഒരു സങ്കീർത്തനക്കാരൻ മറ്റു സങ്കീർത്തനക്കാരൻ പറയുക, വെയിറ്റ് ഓൺ ദ ലോർഡ്. ഇറ്റ്സ് എ റിവാർഡിംഗ് വെയിറ്റിംഗ്. അത് ഒരിക്കലും നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യുന്നത് വെയിറ്റിംഗ് അല്ല. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. 123-ാം സങ്കീർത്തനം വളരെ സുന്ദരമായ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എങ്ങനെയാ വെയിറ്റിംഗ്? അവരുടെ അനുഭവത്തിലൂടെ അവർ കാണുകയാണ് എന്താണ് ഈ കാത്തിരിപ്പ് എന്ന് അവർ കാണുകയാണ്. എന്താ അത്? ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കണ്ണ് എന്നപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ നമ്മോട് കൃപ ചെയ്യോളം നോക്കിക്കൊണ്ടിരിക്കും. Praise God. A God who can be nagged. You can nag your God.
നാഗ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവത്തെ അസഹ്യപ്പെടുത്താം. But wait upon the Lord. പക്ഷെ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? കൃത്രിമം കാണിച്ചൊന്നും ജീവിക്കാൻ പറ്റുകയില്ല. നേരോടെ ദൈവസന്നിധി വരണമെന്നാണ് ദൈവത്തിന് പറയുന്നത്. അത് ചെയ്യുന്ന ദാസനും ദാസിയും ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാനുള്ള കൃപ പ്രാപിക്കുക. ആ കൃപയ എത്രത്തോളം അവൻ നമ്മോട് കൃപ ചെയ്യുവോളം എത്ര ദിവസം കാത്തിരിക്കും? എത്ര മണിക്കൂറുകൾ കാത്തിരിക്കും? എത്ര വർഷങ്ങൾ കാത്തിരിക്കും? എത്ര വർഷം കാത്തിരിക്കുന്നതിന്റെ വിധി? അവൻ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കും. Praise God. Hallelujah. വെയിറ്റിംഗിന്റെ ലിമിറ്റ് അതാണ്. കാത്തിരിപ്പിന്റെ പരിധി എന്ന് പറഞ്ഞാൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇവിടെ. ആ മലയാള പരിഭാഷ ഇങ്ങനെയാ പരിഭാഷപ്പെടുത്തുന്നേ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നീ ഇവിടെ വിട്ടു പോവല്ല. ഇവിടെ നിന്ന് പോണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ചിട്ട് പോകണം. നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കാൻ പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വിട്ട് വേറെ എവിടെ പോന്നു. ഞാൻ നിന്നെ വിട്ട് എവിടെ പോന്നു? ഞാൻ നിന്നെ കാത്തിരിക്കാൻ പോവാ. അന്യദേവന്മാരെ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകും. പക്ഷെ യഹോവയെ ആശ്രയിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നവൻ. Praise God. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് 20-ാം സങ്കീർത്തനത്തിൽ പലപ്പോഴും പറയാ, 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, നമുക്ക് അവസാനിപ്പിക്കാം. 27-ാമത്തെ വാക്യം. ചിലർ രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. എന്തുകൊണ്ടാണ് ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നത്? അവർക്ക് അവൻ നമ്മോട് കൃപ ചെയ്യുവോളം കാത്തിരിക്കാനുള്ളതായ ക്ഷമയില്ലാതെ വേണ്ട. Praise God. അവർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. അവൻ പ്രവർത്തിക്കുവോളം കാത്തിരിക്കാൻ കഴിയാന്നില്ല. വേറൊരു കൂട്ടരുണ്ട്, അവർ 31-ാം സങ്കീർത്തനത്തിൽ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ ആശ്രയിക്കുന്നത് വ്യാജ വിഗ്രഹങ്ങളില്ല. അത് വായിച്ച് 31-6. പകയ്ക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രലോഭനങ്ങൾ വരാറുണ്ട്. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി. അറിയാവുന്ന ഭാഷയിലെല്ലാം പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരെ കൊണ്ടെല്ലാം പ്രാർത്ഥിപ്പിച്ചു, എന്നിട്ടും മറുപടിയില്ല. രണ്ട് കാരണങ്ങൾക്കാണ്. ഒന്ന്, കയ്യിലേക്കൊന്ന് നോക്കണം, ഇത് വെടിപ്പുള്ളതാണ്. ഹൃദയത്തിലേക്ക് നോക്കണം, നിർമ്മല ഹൃദയമാണ്. ഒരുപക്ഷെ അവിടെ കാണാം പ്രശ്നത്തിന്റെ അടിസ്ഥാനം. അത് അവിടെ കാണാം പ്രശ്നത്തിന്റെ അടിസ്ഥാനം. രണ്ട്, നോക്കണം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന അവസരത്തിൽ എന്റെ കണ്ണ് എക്സിറ്റ് ഡോറിലോട്ടാണോ? അർത്ഥം അറിയാമോ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക, ഇത് നടന്നില്ലെങ്കിൽ ഓടാൻ സ്ഥലമുണ്ടെന്നാണ് നോക്കുന്നത്. എവിടേക്ക് പോകണമെന്ന് ഓപ്ഷൻസ് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ പോകുന്നില്ല. ഓപ്ഷൻസ് വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും വിടുതലുണ്ടാകാൻ പോകുന്നില്ല. ഏകാഗ്രമായി ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ. അവന്റെ മഹാനായ അവർക്കുള്ളതാണ്. അങ്ങനെ വിശ്വാസമുള്ളവർക്ക് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാം, ദൈവത്തെ പിടിച്ചു നിർത്താം, അവർക്ക് ദൈവത്തോട് വിലപേശാം. കാരണം അവരുടെ ഹൃദയം കർത്താവേ യഹോവേ, നിങ്ങളുടെ ഹൃദയം എന്നിൽ ഏകാഗ്രമായി, ഞങ്ങളുടെ കണ്ണ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് നിന്റെ കയ്യിലേക്ക്. നിന്റെ കണ്ണിലേക്കല്ല, നിന്റെ കയ്യെ കർത്താവേ പോക്കറ്റിലേക്കാണോ, നിന്റെ കയ്യെ പേഴ്സിലേക്ക് പോകുന്നതാണോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, നിന്റെ കയ്യിന്റെ ചലനങ്ങൾ എങ്ങോട്ടാണെന്ന്. പക്ഷെ ഞങ്ങൾ കാത്തിരിക്കും, നീ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ കാത്തിരിക്കും. ദാസന്റെ കണ്ണ് യജമാനന്റെ കണ്ണിലേക്കും, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും എന്നപോലെ നീ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നിനക്ക് വേണ്ടി ഉപവാസത്തിലും പ്രാർത്ഥനയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 29 ദിവസം നിങ്ങൾ ഉപവസിക്കുന്ന ജീവിതത്തിന്റെ ക്രമീകരണം വരാൻ, ദൈവത്തെ കൂടുതൽ അറിയാൻ അത് ആവശ്യമാണ്. ആ സമയങ്ങളിൽ ഒരു കാര്യം നടക്കണം,
ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു വലിയ 21 ദിവസവും ഭക്ഷണം വെടിയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിക്ക് മാത്രമല്ല, നമ്മുടെ ആത്മാവിന്റെയും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ശുദ്ധിക്കായിരിക്കണം. ആദ്യം ചോദിക്കട്ടെ, യഹോവേ നിന്റെ പർവ്വതത്തിൽ ആർ കയറും? കർത്താവേ, ആർക്ക് 20 ദിവസം ഉപവസിക്കാൻ കഴിയും? അങ്ങനെ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും എന്ത് ചെയ്യില്ല, മുടക്കുകയില്ല. അവിശ്വസിക്കുന്ന കയ്യോട് സ്വന്തം ദൈവം നമ്മെ സഹായിക്കും.